ഹായ് കൂട്ടുകാർ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ഫ്രൈ വറുത്ത് കോരി കഴിഞ്ഞാൽ ആ എണ്ണയിൽ ഒരു തരി മസാല പോലും ഉണ്ടാവാതെ, അതായത് അത്രയും ചിക്കനിൽ പിടിച്ച് നമുക്ക് നന്നായി കിട്ടുന്ന രീതിയിലാണ് കേട്ടോ. ഓടി വരും കുട്ടികളെ, നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് കേട്ടോ. വളരെ എളുപ്പത്തിലാണ്. അപ്പോൾ ആർക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ, എക്സ്ട്രാ വേറെ ഒന്നും വേണ്ട. നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് കാണാം എന്താ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതിന് വേണ്ട മസാല ആദ്യം തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില, അതുപോലെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണെങ്കിൽ 5-8 അല്ലി ചെറിയ ഉള്ളി എടുത്തോളൂ. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സബോളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കുറച്ച് സബോള, ഒരു പകുതി സബോള കേട്ടോ. പിന്നെ വെളുത്തുള്ളി തോലൊക്കെ കളയാതെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. അരക്കണം എന്നില്ല, വെറുതെ ഒന്ന് ചതച്ച് എടുക്കുക. എന്നാൽ എല്ലാം കൂടിയിട്ട് മുളകും അതുപോലെ മല്ലിയൊക്കെ ഒന്ന് കഷ്ണാക്കിയിട്ട് കൊടുത്തോളൂ. അല്ലെങ്കിൽ മിക്സർ ജാറിൽ ബ്ലേഡിൻ്റെ ഇടയിൽ കിടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ശരിക്ക് ചതഞ്ഞ് കിട്ടില്ല, അതായത് ചതച്ചെടുക്കാനായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് മിക്സർ ജാറിലിട്ട് എല്ലാം ഒന്ന് ചതച്ചെടുത്തു. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കിലോ കണക്കൊന്നും ഞാൻ പറയണില്ല, കാരണം ഞാൻ 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് ഞാൻ കറി വെക്കുന്നുണ്ട്, കുറച്ച് ഫ്രൈ ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സർ ജാറിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ചിക്കനിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കതവിടെ ഒന്ന് വെക്കാം കേട്ടോ, ഈ മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ച് നമുക്ക് നന്നായിട്ട് ഒരു തരി പോലും എണ്ണയിലില്ലാത്ത രീതിയിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അതേ ചിക്കനിലേക്ക് ഞാൻ അതെല്ലാം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് അവിടെ വെച്ചു. അതിന് ശേഷം ഞാനതിലേക്ക് കാശ്മീരി ചില്ലി 2 സ്പൂൺ ഇട്ട് കൊടുത്തു. എനിക്ക് വറ്റൽമുളക് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി 2 സ്പൂൺ മാത്രമേ ചേർക്കണുള്ളൂ. അതുപോലെ കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ ചേർക്കണില്ല കാരണം എരിവ് കൂടും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 3 സ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയും അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ അടച്ച് വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതുപോലെ മിക്സ് ചെയ്തു, അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്യാണ്. അപ്പോൾ ദേ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറിന് ശേഷം ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി വന്ന സമയത്ത് ഞാൻ ഈ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് കറിവേപ്പിലയും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ തീയിലൊന്നല്ല, നല്ലപോലെ ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. തീയൊന്ന് മിനിമം ഇതിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ 2 മറിച്ചിട്ടതിന് ശേഷം വറുത്ത് കോരി എടുത്തു കേട്ടോ. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് എണ്ണ കാണിക്കാം. ഒരു തരി പോലും മസാല എണ്ണയിലേക്ക് വീണിട്ടില്ല, എല്ലാം ചിക്കനിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തയ്യാറാക്കിയ ചിക്കൻ ഫ്രൈ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ക്രിസ്പിയാണ്, എന്നാൽ നല്ല സോഫ്റ്റാണ്, നല്ലപോലെ വെന്തിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.